ഒരു 2.5 വയസ്സുള്ള ഒരു കുട്ടി അമ്മയുടെ ഫോൺ പിടിച്ചു വാങ്ങി അതിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുട്ടി അത് വലിച്ചെറിഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് ബോറടിക്കും. എന്നാലോചിച്ച് നോക്കി, 2.5 വയസ്സുള്ള ഒരു കുട്ടി ജീവിതം ബോറടിക്കുന്നു എന്ന് പറയണമെങ്കിൽ എത്രമാത്രം നാം ഏത് ദിശയിലേക്കാണ് വളർന്നിരിക്കുന്നത്. ഇപ്പോൾ ഊർധ്വമൂലമായൊരു വൃക്ഷത്തെക്കുറിച്ച് ആധ്യാത്മിക ആചാര്യന്മാർ പറയാറുണ്ട്. അത്തരം ഊർധ്വമൂലമായ വൃക്ഷമൊന്നുമല്ല ഈ വളർച്ച എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പിന്നെ കാണാം, ആർക്കും തന്നെ ക്ഷമയില്ല. അപ്പോൾ ട്രാഫിക് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പം ക്ഷമ എന്ന് പറയുന്നത് കാണാനില്ല. അപ്പം ഈ ജീവിതം എന്നത് എങ്ങോട്ടുള്ള നെട്ടോട്ടമാണ്, പാച്ചിലാണ് എന്നറിയില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളുകൾ ആരാണ് എന്നൊന്ന് നോക്കും. എന്നിട്ട് അവരെവിടെ നിന്ന് വരുന്നവരാണ്, എങ്ങോട്ട് പോകുന്നവരാണ്, ഒരു സൗഹൃദം അപ്പം തന്നെ സ്ഥാപിക്കും. പിന്നെ പലതും പറഞ്ഞ് ആ യാത്ര കഴിയുമ്പോഴേക്കും അവര് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാകും, ഇല്ലേ? യാത്രകളിൽ വെച്ച് നമുക്ക് അങ്ങനെ എത്ര സുഹൃത്തുക്കളെ കിട്ടുമായിരുന്നു. ഇപ്പോ ട്രെയിനിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഇരിപ്പാണല്ലേ. ഈ ഇരിപ്പിനിടയിൽ ആരും പരസ്പരം നോക്കുന്നില്ല. പിന്നെ മറ്റു ചില കൂട്ടരാണെങ്കിൽ, പ്രത്യേകിച്ചും ഇച്ചിരി പ്രായമായ 70-80 വയസ്സുള്ളവരാണ് കേട്ടോ, ഇപ്പം ഭയങ്കര റീൽസ് അങ്ങ് ഉറക്കം വയ്ക്കും. അവർ ബാക്കി ചുറ്റുമിരിക്കുന്ന ആളുകൾക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കുമെന്നോ, ചിലപ്പോൾ ഈ +2 ഒക്കെ കഴിഞ്ഞ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നത്. അവര് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോഴാണ്. പിന്നെ ചില കൂട്ടരാണെങ്കിൽ ഈ ട്രെയിൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തുടങ്ങും സംസാരം. അപ്പൊ ആ സംസാരിച്ച് തുടങ്ങിയാൽ, പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട്, പയ്യെ പറഞ്ഞാൽ പറവൂർ കേൾക്കും. അപ്പൊ അതധികം അപ്പുറമായിട്ട് ഭയങ്കര ഒച്ചയിലങ്ങ് സംസാരിക്കാൻ തുടങ്ങും. സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ യാത്ര അവസാനിക്കുമ്പോഴേ സംസാരം അവസാനിക്കുള്ളൂ. അതിൻ്റെ അപ്പുറം നിന്ന് ഏതെങ്കിലും പുസ്തകം വായിക്കാം അല്ലെങ്കിൽ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെയൊക്കെ കാര്യം